എന്താണ് SAP? Enterprises Application Software മാർക്കറ്റ് ലീഡറാണ് SAP. ഏത് വലുപ്പത്തിലുള്ള കമ്പനികളെയും SAP മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. ലോകത്തിലെ ഇടപാട് വരുമാനത്തിന്റെ ഏകദേശം 80% SAP സിസ്റ്റത്തെ സ്പർശിക്കുന്നു. 1972 സ്ഥാപിതമായ ഈ കമ്പനി SAP എന്നൊരു ERP എന്റർപ്രൈസസ് റിസോഴ്സസ് പ്ലാനിംഗ് സോഫ്റ്റ്വെയറിന് തുടക്കമിട്ടു. ഓർഗനൈസേഷനുകളെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ആഗോള നിലവാരം ക്രമീകരിക്കുകയും കുറഞ്ഞ തുകയിൽ കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ERP? റിപ്പീറ്റിംഗ് ടാസ്കുകൾ റീപ്ലേസ് ചെയ്യുന്നതിന് ലോജിക് യൂസ് ചെയ്തുകൊണ്ട് തത്സമയം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ വിവരങ്ങൾ പങ്കിടുന്ന ഒരുതരം സോഫ്റ്റ്വെയർ ആണ് ERP. ഇതിന്റെ തുടക്കമെന്ന് പറയുമ്പോൾ 1960കളിൽ തന്നിരിക്കുന്ന വിൽപ്പന പ്രവചനം അനുസരിച്ച് കമ്മോഡിറ്റീസ് ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്ത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി പല നിർമ്മാതാക്കളും MRP അഥവാ മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിംഗ് വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങി. പിന്നെ വരും വർഷങ്ങളിൽ അക്കൗണ്ടിംഗ്, ഹ്യൂമൻ റിസോഴ്സസ്, ഡിസ്ട്രിബ്യൂഷൻ എന്നിങ്ങനെയുള്ള കൂടുതൽ ബിസിനസ് പ്രവർത്തനങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെ 1990-ൽ ഗാർട്ട്നറിൽ നിന്നുള്ള ഒരു അനലിസ്റ്റ് അതിനെ ERP എന്ന് റീനെയിം ചെയ്തു. മറ്റ് ERP സോഫ്റ്റ്വെയർസിൽ നിന്ന് SAPനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഓപ്പറേഷൻസുമായി എക്സ്പീരിയൻസ് ബന്ധിപ്പിച്ച് മെഷീൻ ലേണിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അഡ്വാൻസ് അനലറ്റിക്സ് എന്നിവ പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സ് വികസിപ്പിച്ച് കമ്പനികളെ സ്മാർട്ട് എന്റർപ്രൈസ് ആക്കാൻ SAP സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സെയിൽസിൽ നൽകിയ ഡേറ്റ അതേസമയം വിതരണത്തിനായുള്ള ഒരു ഷിപ്പിംഗ് ലേബലിലും അക്കൗണ്ടിങ്ങിനുള്ള ഒരു ഇൻവോയ്സിലും HRൽ നിന്നുള്ള പേ ചെക്കിലും എൻ്റർ ആകും. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി SAP ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിസിനസ് നെറ്റ്വർക്ക് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഷെയർ ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ സമ്പന്നമാക്കുകയും സഹകരണ സാധ്യതകൾ കൂട്ടുകയും ചെയ്തു. കമ്പനികൾക്ക് സ്ഥിരമായി ഒരു ഡീലറിനെയോ ലിമിറ്റഡായ ടെക്നോളജിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന്, ഏഷ്യയിലെ ഒരു കാർ നിർമ്മാതാവിന് അവരുടെ നാവിഗേഷൻ ആവശ്യകതകൾ ബിസിനസ് നെറ്റ്വർക്കിലെ ആവശ്യകതകളിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിലൂടെ ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ള അജ്ഞാത വിതരണക്കാരന് പൂർണ്ണമായും പുതിയ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നു. ഇതിലൂടെ നമ്മൾക്ക് വിചാരിച്ചതിലും നല്ലൊരു കാർ ലഭ്യമാകുന്നു. ഇന്നത്തെ ERP സോഫ്റ്റ്വെയർ പല പേരുകളിൽ അറിയപ്പെടുന്നു. എന്നാൽ പ്രധാന സവിശേഷത ഇപ്പോഴും തിളങ്ങുന്നു. അതായത് റിയൽ ടൈം ഇന്റലിജൻസിൽ എൻ്റർ ചെയ്യുന്ന വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി ഷെയർ ചെയ്യപ്പെടുന്നു. ഒരു ചെറിയ 5 പേരുടെ സ്റ്റാർട്ടപ്പിൽ നിന്നും ഒരു മൾട്ടിനാഷണൽ എന്റർപ്രൈസായി SAPയുടെ വളർച്ച അത് വളരെ വേഗത്തിലായിരുന്നു. 180 രാജ്യങ്ങളിലായി 1 ലക്ഷത്തിലധികം ജോലിക്കാരും 4.5 ലക്ഷത്തിലധികം ഉപഭോക്താക്കളും കമ്പനിയുടെ നിലവിലെ ശക്തിയാണ്. ആൻഡ് ഇറ്റ്സ് റാപ്പിഡ്ലി ഗ്രോയിങ്. ഇന്നോവേഷനാണ് SAPയെ നയിക്കുന്നത്. ലോകത്തിലെ നമ്പർ 1 ക്ലൗഡ് ബിസിനസ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് SAP ഇപ്പോൾ. SAP അവരുടെ ഉദ്ദേശം പൂർണ്ണമായി നിറവേറ്റുന്നു. ബൈ ഹെൽപ്പിംഗ് മേക്ക് ദ വേൾഡ് റൺ ബെറ്റർ ആൻഡ് ഇംപ്രൂവ് പീപ്പിൾ ലൈഫ്സ്.